അങ്ങനെ BJP രാഹുൽ ഗാന്ധിയെ വിശേഷിപ്പിക്കുന്ന ഏതെങ്കിലും പരിഹാസ പദങ്ങളൊന്നും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉപയോഗിച്ചിട്ടില്ല. രാഷ്ട്രീയമായി രാഹുൽ ഗാന്ധി പറഞ്ഞതിന് മറുപടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിലും CPIMൻ്റെ PB അംഗം എന്നുള്ള നിലയിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, ഇവിടെ കോൺഗ്രസിൻ്റെ നേതാക്കളും അഭിനവ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ ചർച്ചയിൽ അദ്ദേഹത്തിൻ്റെ ടോൺ പറഞ്ഞല്ലോ. ഇവരുടെ ആവശ്യം എന്താ? പിണറായി വിജയനെ ED വന്ന് അറസ്റ്റ് ചെയ്യണം, SFIയുടെ കേസിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കണം. ഇതാണോ നിങ്ങളുടെ ആവശ്യം? ഈ ആവശ്യം ED ചെയ്യുന്നത് ശരിയാണ് എന്ന അഭിപ്രായം അഭിനവർക്കുണ്ടോ? നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും ED ചോദ്യം ചെയ്തില്ലേ? ആ ചോദ്യം ചെയ്തത് ശരിയാണ് എന്നുള്ള അഭിപ്രായം നിങ്ങൾക്കുണ്ടോ? അരവിന്ദ് കെജ്രിവാളിനെ ജയിലിലിട്ടിട്ടുള്ളതും ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ ജയിലിൽ അടച്ചിട്ടുള്ളതും ശരിയാണ് എന്ന നിലപാട് നിങ്ങൾക്കുണ്ടോ? ഇൻകം ടാക്സ് ഈ രാജ്യത്തിനകത്ത് കോൺഗ്രസിൻ്റെ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചു, ഇത് ശരിയാണ് എന്ന അഭിപ്രായമുണ്ടോ? ആ അഭിപ്രായം ഞങ്ങൾക്കില്ല. BJP എന്ന് പറയുന്ന അർദ്ധ ഫാസിസ്റ്റ് സർക്കാരായി ഇന്ത്യയിൽ നിലനിൽക്കുന്ന മോദിയുടെ സർക്കാർ ഭരണഘടനാപരമായി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള എല്ലാ ഏജൻസികളെയും ഒരു വേട്ടപ്പട്ടിയെ പോലെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. മോദിയുടെ സർക്കാരിന് എതിര് നിൽക്കുന്ന രാഷ്ട്രീയ അഭിപ്രായം പറയുന്ന ആളുകളെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി, ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് അതിനിടപെട്ടുള്ളൂ, ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യുന്ന നിലയിലാണ് BJPയുടെ സർക്കാർ പോകുന്നത്. ആ സർക്കാരിനെതിരായി രാഷ്ട്രീയമായി എന്ത് നിലപാടെടുക്കണം എന്ന് കോൺഗ്രസ് അറിയുന്നില്ല. അല്ല, ഞാൻ അതാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ശ്രീ നിതിൻ ഗഡ്കരി, ഞാൻ അങ്ങോട്ട് ചോദിച്ച ചോദ്യം എന്തായിരുന്നു? BJP വിളിച്ച ഒരു അധിക്ഷേപ പദം, അത് അങ്ങനെ ഏറ്റെടുക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്, പ്രോത്സാഹിപ്പിച്ച ഘടകം എന്താണെന്നാണ്. അങ്ങൊരൊറ്റ വരിയിൽ അത് അവസാനിപ്പിച്ചു. പപ്പു എന്ന് വിളിച്ചിട്ടില്ല. ശരിയാണ്, വിളിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് കേരളത്തിലെ CPMന്റെ മുഴുവൻ അണികളും അവരുടെ സമൂഹ മാധ്യമങ്ങളിൽ മുഴുവനും ബീജമിട്ട് പ്രചരിപ്പിക്കുന്ന എന്തുകൊണ്ടാണ് ആ സെന്റൻസിന്റെ ഒരു കഷ്ണം വെട്ടിയെടുത്ത് പ്രചരിപ്പിക്കുന്നത്? പപ്പു എന്നാണ് വിളിച്ചതെന്ന് അവർക്കറിയാം. നിതിൻ ഗഡ്കരിക്ക് അറിയാം, കേട്ട എല്ലാവർക്കും അറിയാം. വിളിക്കാതെ വിളിച്ചു എന്നേ ഉള്ളൂ. നമ്മൾ ഈ ചില സമയത്ത് അധിക്ഷേപ പദങ്ങൾ വിളിച്ചാൽ അത് പൊളിറ്റിക്കലി പ്രശ്നമാകുമെന്നുള്ളതുകൊണ്ട് സൂചിപ്പിച്ചില്ല എന്നേ ഉള്ളൂ എന്ന രീതിയിൽ പറഞ്ഞതും ഉദ്ദേശിച്ചതും പപ്പു വിളിയാണ് എന്നറിയാത്ത ഒരു മനുഷ്യനും കേരളത്തിലില്ല. അങ്ങനെ മാധുവിൻ്റെ അഭിപ്രായമോ അല്ലെങ്കിൽ അഭിനവർക്കിയുടെ അഭിപ്രായമോ ഒന്നും പിണറായി വിജയൻ്റെ വാചകത്തിലേക്ക് തിരികേണ്ടതില്ല. പിണറായി വിജയൻ രാഷ്ട്രീയമായി രാഹുൽ ഗാന്ധി ഇന്നലെ പറഞ്ഞതിന് മറുപടിയാണ് നൽകിയത്. രാഹുൽ ഇന്നലെ പറഞ്ഞത് എന്താ? പിണറായി വിജയനെ മുഖ്യമന്ത്രിയെ ജയിലിൽ അടയ്ക്കണം എന്നല്ലേ ഇന്നലെ രാഹുൽ ഗാന്ധി പാലക്കാട് വന്ന് പ്രസംഗിച്ചത്. ആ പ്രസംഗത്തിന് പിന്നെ മറുപടി പറയണ്ടേ? ഒരു രാഷ്ട്രീയ പോരാട്ടം UDFും LDFും തമ്മിൽ നടക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ അതിന് മുഖ്യമന്ത്രി ഇങ്ങനെ അല്ലാതെ എങ്ങനെ മറുപടി പറയും? ഇവിടെ BJPക്കെതിരായി പോരാട്ടം നടത്തുന്നത് അഭിനവർക്കിയുടെ കോൺഗ്രസ് അല്ല. ഞാൻ ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ രാജ്യത്തിനകത്ത് ലോകം കണ്ട ഏറ്റവും വലിയ അഴിമതി ഇലക്ട്രൽ ബോണ്ടിലൂടെ BJP നടത്തി. ആ BJP നടത്തുമ്പോൾ അതിനെതിരെ നിലപാടെടുത്ത പാർട്ടിയുടെ നേതാവാണ് ശ്രീ പിണറായി വിജയൻ, സഖാവ് പിണറായി വിജയൻ. അഭിനവർക്കിയുടെ പാർട്ടി ചെയ്തത് എന്താ? 7000 കോടി BJPക്ക് അഴിമതി പണമായി കിട്ടിയപ്പോൾ അതിൽ 1200 കോടി പോയി വാങ്ങാൻ കൂട്ടുനിൽക്കുകയാണ് ചെയ്തത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യ രാജ്യത്തിനകത്ത് BJPക്കെതിരായി BJPയുടെ സർക്കാർ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അധികാരത്തിൽ നിന്ന് പുറത്തു പോകും. വെറും 30 MLAമാർ തോറ്റാൽ മതി, MP തോറ്റാൽ മതി. അങ്ങനെ പുറത്തു പോകുമ്പോൾ കോൺഗ്രസിനെ എങ്ങനെ വിശ്വസിക്കും? കേരളത്തിൽ മതനിരപേക്ഷമായി BJPക്കെതിരായി വിധിയെഴുതണം എന്ന് കരുതുന്ന ജനം കോൺഗ്രസിനെ വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല എന്ന സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിനൊപ്പം അണിനിരക്കും എന്ന തിരിച്ചറിവിൽ നിന്ന് വിരളി പിടിച്ചുകൊണ്ടാണ് കോൺഗ്രസിന്റെ നേതാക്കൾ രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ മുഖ്യമന്ത്രിയുടെ മെക്കിട്ട് കയറാൻ വേണ്ടി പരിശ്രമിക്കുന്നത്. പിന്നെ ജയിലിൽ അടച്ച് പേടിപ്പിച്ചത് കൊണ്ട് അവസാനിപ്പിക്കുന്ന അല്ല പിണറായിയുടെ രാഷ്ട്രീയം എന്ന് കൂടി മനസ്സിലാക്കാം. രാഹുൽ ഗാന്ധി പറയുന്നതിന് മറുപടി പറയേണ്ടേ എന്നുള്ളതാണ് ചോദ്യം. രാഹുൽ ഗാന്ധി ജോഡോ യാത്രയൊക്കെ നടത്തി അതിൽ നിന്ന് ഏറെ പുരോഗമിച്ചിട്ടുണ്ട് എന്നാണ് ഒരു ഘട്ടത്തിൽ തോന്നിയത് എന്ന് ഇന്ന് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞു. ജോഡോ യാത്രയ്ക്ക് രാഹുൽ ഗാന്ധി വന്നപ്പോൾ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം നടന്ന സമയത്ത് ഇവിടെ നിലമ്പൂരിൽ പോസ്റ്റർ കെട്ടിവെച്ചത് എന്താണ്? പോരാട്ടമാണ് ബദൽ പൊറോട്ടയല്ല എന്ന്. അധിക്ഷേപമായിരുന്നില്ലേ? അല്ല, രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയം അങ്ങനെയായിരുന്നല്ലോ പോയിരുന്നത്. ഈ ഏതെങ്കിലും കേരളത്തിൽ വന്ന് രാഷ്ട്രീയ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നതിന് പകരം BJPക്ക് പകരം പോരാടുന്നതിന് പകരം കടലിൽ പോയി ചാടുക, ബിരിയാണി ഉണ്ടാക്കുക, പൊറോട്ട കടയിൽ പോയി അത് കഴിക്കുന്നത് തെറ്റൊന്നുമല്ല. പക്ഷെ ഇതല്ലല്ലോ രാഷ്ട്രീയ സമരം. നിങ്ങൾ നോക്കൂ, കേരളത്തിലാണോ രാഹുൽ ഗാന്ധി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്? ഉത്തരേന്ത്യയിൽ അമേഠിയിൽ മത്സരിക്കാൻ പോലും തയ്യാറാകാതെ ആരോപണങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടല്ലോ. അല്ല, പുരോഗമിച്ചിട്ടില്ല എന്നല്ലേ രാഹുലിന്റെ വാക്കുകൾ വെളിപ്പെടുത്തുന്നതല്ലേ? പുരോഗമിച്ചിട്ടില്ല എന്നല്ലേ ബാനറിലാണ് അത് പ്രതിഫലിപ്പിക്കപ്പെട്ടത് അന്നും എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ ശ്രീ നിതിൻ ഗഡ്കരി.